ഹലോ ഗൈസ്, നമ്മളിപ്പം ആൾക്ക് ലിഫ്റ്റ് കൊടുക്കാറുണ്ടല്ലേ? ലിഫ്റ്റ് കൊടുക്കാറുണ്ട്, ചിലപ്പോൾ നമ്മൾ ലിഫ്റ്റ് മേടിക്കാറുണ്ട്. ഓക്കെ, അത് ബൈക്കിന്നോ കാറിൽ നിന്നൊക്കെ. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വണ്ടി വേറുള്ളവർക്ക് വിട്ടു കൊടുക്കാറുണ്ട്, ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ. അങ്ങനെയൊക്കെ നമ്മൾ വണ്ടി ചിലപ്പം ചില സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്ക് നമ്മൾ വണ്ടി കൊടുക്കാറുണ്ട്. ഓക്കെ, ചില സിറ്റുവേഷൻസ് ഡയറക്റ്റ് പരിചയമില്ലാത്ത ആൾക്ക് നമുക്ക് വണ്ടി കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ എന്തെങ്കിലും റിസ്ക് എലമെന്റ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഇപ്പം നമുക്ക് കാണാം ഓരോ വാർത്തകളിലൊക്കെ ഈ മയക്കുമരുന്ന് ഡ്രഗ്സൊക്കെ കടത്തുന്ന ആളുകളെ ഒരുപാട് പേര് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഇപ്പം അവർ ആക്റ്റീവായിട്ട് ആളുകളെ പിടിക്കുന്നത്. നേരത്തെ പിടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് എന്ത് ചെയ്തത്, അവർ ഇറങ്ങി ആളുകളെ പിടിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരാൾക്ക് ലിഫ്റ്റ് കൊടുക്കുകയാണ്, അപ്പം ഈ വണ്ടിക്കകത്ത് കയറുന്ന ആൾ അതിപ്പോൾ ആരായിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടായിരിക്കാം, റിലേറ്റീവ് ആയിരിക്കും, ലൈക്ക് കസിൻസ് ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രേഞ്ചർ ആയിരിക്കാം, ആരെങ്കിലും നിങ്ങളുടെ വണ്ടിക്കകത്ത് കയറി നിങ്ങളെ ഇടയ്ക്ക് വെച്ചിട്ട് പോലീസ് പിടിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ടീമുകൾ നിങ്ങളെ പിടിച്ചു നിൽക്കട്ടെ. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആൾക്ക്, അതായത് നിങ്ങൾ ലിഫ്റ്റ് കൊടുത്ത ആളുടെ കയ്യിൽ എന്തെങ്കിലും ഡ്രഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, മയക്കുമരുന്ന്, ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും അങ്ങനെ ടൈപ്പ് സബ്സ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ അത് ബാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പം നിങ്ങളുടെ വണ്ടിയാണ് എന്ത് ചെയ്തത്, അത് കടത്താൻ വേണ്ടി ഉപയോഗിച്ചത്, ട്രാഫിക്കിങ്ങിന് വേണ്ടിയിട്ട്. ചെറിയ എമൗണ്ടിലുണ്ട്, അത് കൺസ്യൂമബിൾ ആയിട്ടുള്ള തോതിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് അവർ പൊക്കും. പക്ഷേ ഈ പറഞ്ഞ നമുക്ക് ജാമ്യത്തിലേക്ക് ഇറങ്ങാൻ പിന്നെ ഒരു എളുപ്പമായിരിക്കും എന്ന് പറയാം. ഓക്കെ, അത് കൺസ്യൂമബിൾ എന്നുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിൽ 1 ഗ്രാമോ അത്ര ഇത് കൂടിയാൽ പോലും അത് പ്രശ്നം തന്നെയാണ്. ഓക്കെ, അതായത് പിന്നെ ട്രാഫിക്കിങ് ആവും, ഡ്രഗ് ട്രാഫിക്കിങ് ആവും. ഡ്രഗ്, നാർക്കോട്ടിക് സബ്സ്റ്റൻസ് ഉണ്ട്, പല സാധനങ്ങളുണ്ട്, ഈ MDMA ആണൊക്കെ ഉള്ള. അപ്പം അങ്ങനെ മറ്റേ ആളുടെ ഇത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും അതിനകത്ത് പ്രതിയാണ്. കാരണം നിങ്ങൾ ആ വണ്ടിക്കകത്തുണ്ട്, നിങ്ങളാണ് ആ വണ്ടിയുടെ ഓണർ. ഓക്കെ, നിങ്ങളുടെ വണ്ടിയും പോവും, നിങ്ങളകത്താവുകയും ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവരുടെ പറഞ്ഞു പോരാൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമല്ല. എനിക്ക് അവനുമായിട്ട് ബന്ധമില്ലെന്നോ അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കടത്തിലുമായിട്ട് ബന്ധം ഇല്ലെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അത് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പം ഇങ്ങനെ പിടിച്ചു വന്നിരിക്കട്ടെ, ഫസ്റ്റിന് FIR ഇടുന്നത് NDPS ആക്ട് പ്രകാരമായിരിക്കും. ഓക്കെ, അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ബെയില് കിട്ടുന്ന കാര്യം പാടാണ്. ഒന്നാമത്തെ കാര്യം, ആ കൺസ്യൂമർ ആയിട്ടുള്ള എമൗണ്ടിന് മുകളിലോട്ടാണ് എന്നുണ്ടെങ്കിൽ അത് ട്രാഫിക്കിംഗ് ആണ്. ഓക്കെ, നിങ്ങളപ്പോൾ അത് കടത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്, അല്ലെങ്കിൽ സെല് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ അത് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് മാറും, പല ഇതൊക്കെയാണ്. അപ്പം തന്നെ അതിൻ്റെ ഇത് മാറി. പിന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രൂവ് ചെയ്യണം കോർട്ടിൽ നിങ്ങൾക്ക് ആ ട്രാഫിക്കിങ്ങുമായിട്ട് ബന്ധമില്ല, മറ്റേ ആളും ആയിട്ട് ഇങ്ങനെ ഡീലില്ല എന്നുള്ളത് തെളിയിക്കണം. അത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഈ FIR ഇടുന്നത് ഞാൻ പറഞ്ഞല്ലോ, NDPS ആക്ട് പ്രകാരമായിരിക്കും ഇടുന്നത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താണ്, ഇവരുടെ കസ്റ്റഡിയിലായിട്ടുള്ള ഇതുണ്ട്, ചോദ്യങ്ങൾ കാണും. അതിനകത്ത് നമുക്ക് പറഞ്ഞൊക്കെ നിൽക്കാം. ഓക്കെ, എനിക്കത് മറ്റേ പുള്ളിയുമായിട്ട് ഇങ്ങനെയുള്ള ഡീലിങ്സ് ഒന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ നിങ്ങൾ പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഫോൺ റെക്കോർഡുകളോ മറ്റോ കാര്യങ്ങളോ വിറ്റ്നസ്സോ കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെയാണെങ്കിലും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ കോടതി ഹാജരാക്കും. അതിനുശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കോർട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. ഇപ്പം പോലീസ് കസ്റ്റഡി 3 to 15 days വരെ മേ ബി വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഇപ്പം ജുഡീഷ്യൽ കസ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജുഡീഷ്യൽ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഏകദേശം 30 to 90 വരാൻ സാധ്യതയുണ്ട്. ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ 180 days വരെയൊക്കെ മിനിമം. അതായത് മറ്റേ ഇങ്ങനെയൊക്കെ ചാർജ് ഷീറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ഇപ്പോൾ മറ്റേവനാണെന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും അകത്തു കൊണ്ടുപോകും. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ അകത്തു പോകും. ഓക്കെ, വണ്ടി പോയി, വണ്ടിയുടെ അതിന് നോക്കണ്ട. ഓക്കെ, വണ്ടി കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പം നിങ്ങൾക്ക് വെയിൽ കിട്ടി പുറത്തിറങ്ങിയാലും വണ്ടി പ്രൊസീജിയേഴ്സ് ഒക്കെ കിട്ടി. അതാണ് നിങ്ങൾ കുറേ വണ്ടികളൊക്കെ കിടക്കുന്നത് കാണുന്നതിൻ്റെ കാരണം അതാണ്. അതൊക്കെ ചിലപ്പം ഓണർ അറിയാണ്ടൊക്കെ മറ്റൊരു കടത്തുന്നതായിരിക്കാം. ഓക്കെ, ഈ റെന്റിന് കൊടുക്കുന്ന വണ്ടികൾ കാണും, അല്ലെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഓടുന്ന വണ്ടികളാണ്, ട്രക്കുകളൊക്കെ കാണും. ഇതിനകത്തൊക്കെ ഈ ഓണർ ഒരറിവും കാണത്തില്ല. ഓക്കെ, തൊഴിലാളികൾ ചെയ്യുന്ന പരിപാടി ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ കണക്ക് പിന്നെ ഓണർ തെളിയിക്കണം പുള്ളിക്ക് ഇതുമായിട്ട് ബന്ധമില്ലെന്നുള്ളതോ. പക്ഷെ അതൊക്കെ ഭയങ്കര പാടായതുകൊണ്ടാണ് പിന്നെ ഈ കുറേ വണ്ടികളൊക്കെ കിടക്കുന്നതിൻ്റെ കാരണമാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അങ്ങനെ വണ്ടി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടാൻ പാടാണ്. ഇപ്പം മറ്റേ ആൾ നിങ്ങൾ വെയിൽ കിട്ടി പുറത്തിറങ്ങിയാലും വണ്ടി ഇറങ്ങുക എന്നുള്ളത് കുറച്ച് പാടാണ്. പിന്നെ ഈ വെയിൽ കിട്ടുക എന്നുള്ളത് തന്നെ കുറച്ച് പാടായിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് അതുമായിട്ട് യാതൊരുവിധ ബന്ധവും കാണത്തില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വിറ്റ്നസിനെ കൊണ്ടുവരണം. അത് അത്ര എളുപ്പമല്ല. നിങ്ങൾ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പോവുകയാണെന്നുള്ളതിന് മറ്റേ ആൾ വരണം. ആ സമയത്ത് ചിലപ്പം അയാൾ മറ്റേ കോർട്ട് വിളിക്കുന്ന സമയത്ത് വരണമെന്നില്ല.
പിന്നെ അയാൾക്ക് സമൻസ് അയക്കും, അങ്ങനെ അത് പോകും. അത് ഇത്ര ആയി കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ പോകും. അത് കോർട്ട് പ്രൊസീഡിങ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് താമസിക്കുന്ന ഒരു സംഭവമാണ്. ഈ പറഞ്ഞാൽ ചിലപ്പോൾ കോർട്ട് കാണണമെന്നില്ല. അങ്ങനെ അതൊക്കെ കോർട്ടിൽ വേണമെങ്കിൽ നിങ്ങളുടെ കേസ് നീക്കി വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കേസ് സംഭവം ഒന്നും നീണ്ടു പോകും. ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ അറിഞ്ഞാത്ത ആർക്കും ഈ പറഞ്ഞതുപോലെ എന്താണ് ലിഫ്റ്റ് കൊടുക്കാതിരിക്കുക. ഓക്കെ, ലിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അത്രയും വിശ്വാസമുള്ള ആൾക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ. നിങ്ങളുടെ ഇപ്പം ഫാമിലി പെട്ട ആളാണെന്ന് ഇരിക്കട്ടെ, എന്തെങ്കിലും തലയിരിഞ്ഞ ആളിലൊക്കെ ആണല്ലോ, അതിപ്പോൾ എല്ലാ ഫാമിലീസിലും കാണും. അങ്ങനെയുള്ളവർക്ക് കൊടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ഇങ്ങനെയുള്ളതൊക്കെ അവൻ്റെ കയ്യിൽ പൊക്കി കഴിഞ്ഞാൽ നിങ്ങളും കൂടെ അകത്തു പോകും. അവിടെ ആകുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഇതാണ്, കാരണം ഓൾറെഡി നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ട്. മറ്റേത് നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഇല്ലെന്നെങ്കിലും പറയാം, ഒരു സ്ട്രേഞ്ചർക്ക് കാണാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതാകുമ്പോഴത്തേക്ക് എളുപ്പമാണ്, കാരണം നിങ്ങൾ എന്തായാലും അവനെ ഫോണിൽ പിടിച്ചിട്ടുള്ള മറ്റ് കോൺടാക്റ്റുകളും കാര്യങ്ങളും എല്ലാം റെക്കോർഡ് എല്ലാം ഉണ്ട്. ഈവൻ അയാൾ പറയുകയാണ് ഇവന് അതിനകത്ത് ഇതുമായിട്ട് ബന്ധമില്ലെന്ന് പറയുകയാണെങ്കിൽ കൂടി അതൊന്നും എടുക്കത്തില്ല. അത് കോടതിക്ക് വേണ്ടുന്നത് എന്താണ്, തെളിവുകളാണ്. അത് നീ അവിടെ കൊണ്ട് പ്രൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ, എനിക്ക് ഈ ഒരു ഡീങ് ഇവനുമായിട്ട് ഇല്ല എന്നുള്ളത് അത് അത്ര എളുപ്പമല്ല. ഓക്കെ, നല്ല വക്കീലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊക്കെ എന്നാലും ഊരി വരാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധമില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാടാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ ലിഫ്റ്റ് കൊടുക്കുമ്പോഴും അതിനൊക്കെ ലിഫ്റ്റ് മേടിക്കുമ്പോഴും ശ്രദ്ധിക്കണം. അതായത് നിങ്ങളിപ്പോൾ ഒരാൾ ലിഫ്റ്റ് മേടിക്കുന്നുണ്ട് കാറിനകത്ത്, അത് നിങ്ങളുടെ റിലേറ്റീവ് ആരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ട്രേഞ്ചറിനെ എടുക്കുകയാണ്, മറ്റേ ആൾ ഈ സാധനം കടത്തിയാണെങ്കിൽ നിങ്ങളും അതിനകത്ത് പ്രതിയാണ്. ഓക്കെ, അതൊക്കെ ശ്രദ്ധിച്ചോളാം. പിന്നെ നിങ്ങൾ തെളിയിക്കണം അയാളുമായിട്ട് ഇങ്ങനെയുള്ള ബന്ധമൊന്നും ഇല്ല എന്നുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ അത് ലോങ് പ്രോസസ്സാണ്. നിങ്ങൾ തെണ്ടും, നിങ്ങളുടെ ജോലി ഉണ്ടെങ്കിൽ അതിനെല്ലാം ബാധിക്കും. അപ്പം അതാണ് ഈ പറഞ്ഞത്, കഴിവതും അനാവശ്യമായിട്ട് ലിഫ്റ്റ് മേടിക്കാതിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഉറപ്പുള്ള ആളുകൾ മാത്രമേ എടുക്കാവുള്ളൂ. ഈ അത് നിങ്ങൾ കേസ് എടുത്ത് നോക്കി, ഇപ്പം നടക്കുന്ന ഇതെടുത്ത് നോക്കി എന്തുമാത്രം കേസുകളാണ് വരുന്നത് ഇങ്ങനെ ഈ സബ്സ്റ്റൻസ് കടത്തുന്നത്, MDMA കണക്കുള്ള ഓരോ സിന്തറ്റിക് ഡ്രഗ്സുകൾ, മറ്റു കാര്യങ്ങളെല്ലാം. അപ്പം ഈ സാധനമൊക്കെ ഒരുപാട് ആളുടെ ഇപ്പോഴും ആളുകൾ കടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പം കടത്തുക മീൻസ് അന്നെങ്കിൽ ബൈക്കിനകത്തായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ കാറിനകത്തായിരിക്കാം. പിന്നെ ട്രെയിൻ മൂലം ഈ ബസ് മൂലം കൊണ്ടുവരുന്ന സാധനങ്ങളുണ്ട്, അതുപോലെ പൊക്കുന്നുണ്ട്. അത് ഒരാളിൽ ഒറ്റ കൊടുക്കുന്നതാണ്. ഓക്കെ, നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ലിഫ്റ്റ് എന്തായാലും നമ്മൾ കഴിവതും ഈ സ്ട്രേഞ്ചേഴ്സിന് ഇപ്പോൾ ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് ഒരാളുടെ കൈ കാണിക്കും, അവർ വയ്യ എന്നുള്ള രീതിയിൽ കൂടെ. ചിലപ്പോൾ ലേഡീസ് ആയിരിക്കാം. അപ്പം നമ്മൾ പാവം തോന്നിക്കാൻ നമ്മൾ നിർത്തും. വണ്ടി നിർത്തി കഴിഞ്ഞാൽ പ്രശ്നമാണ്, അവരുടെ പുറകെ വേറെ ആളുകൾ കാണും, അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. ചിലപ്പം തീരെ ആവശ്യത കാണിച്ചിട്ടൊക്കെ ആയിരിക്കും ഓരോ ആളുകൾ വണ്ടിയുടെ തുമ്പിലോട്ട് ചാടുന്നത്. അപ്പം നമ്മൾ വണ്ടി നിർത്തിയിട്ട് അവരെ കയറ്റി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് ഒന്നാമത്തെ കാര്യം. അവരുടെ പുറകിൽ വണ്ടിക്കകത്ത് വേറെ ആളുകൾ കാണും. അങ്ങനെ കാർജാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളുടെ പണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ അടിച്ചു മാറ്റും. ഇതൊക്കെ ഇപ്പം തമിഴ്നാട്ടിലുമൊക്കെ നമ്മൾ കുറേ വാർത്തകൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ലിഫ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ കാറിനകത്ത് ഇപ്പം നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. നിങ്ങൾ ബൈക്കിനകത്താണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തായാലും അത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ബാക്കിൽ പാസഞ്ചറിനും ഹെൽമെറ്റ് വെക്കണം എന്നുള്ള ഇത് വന്നതിന് ശേഷം അധികം ഇപ്പം ലിഫ്റ്റ് കൊടുക്കാറില്ല. അതേതായാലും നന്നായി. ഓക്കെ, അപ്പം ഇനി അടുത്ത വട്ടം നിങ്ങൾ ലിഫ്റ്റ് കൊടുക്കുമ്പം ശ്രദ്ധിക്കുക, ലിഫ്റ്റ് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ബൈ.